ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് തിയറം 3.16 ആണ്. അപ്പോൾ എ ടു ജി ഇത്രയും പാർട്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം നോക്കിയാൽ അറിയാം, എ ടു ഡി പാർട്സ് നോക്കിയാൽ അറിയാം, അവിടെ എല്ലാം വൺ സൈഡാണുള്ളത്. അതായത് സി സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി, എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി സബ്സെറ്റ് ഓഫ് ഡി, അങ്ങനെ എ ബി സി ഡി 4 പോർഷനിലും ഒരു വേ മാത്രമാണുള്ളത്, സബ്സെറ്റ് എന്ന് മാത്രമാണുള്ളത്. ഇക്വാലിറ്റി ഇല്ല ആക്ച്വലി. അപ്പോൾ അവിടെ ഇക്വാലിറ്റി ഉണ്ടാകണമെങ്കിൽ എന്ത് ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ ഫംഗ്ഷൻസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ, അല്ലെ, ഫംഗ്ഷനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? 1, 1, on, 2 പ്രോപ്പർട്ടീസ്, ഇൻജെക്റ്റീവ്, സർജക്റ്റീവ് പ്രോപ്പർട്ടീസ്. ഇതിലേതെങ്കിലും എക്സ്ട്രാ ഈ ഫംഗ്ഷന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഇക്വാലിറ്റി മാറ്റി ഇക്വാലിറ്റി ആക്കി മാറ്റുമോ? അതായത് സബ്സെറ്റ് എന്നുള്ളത് മാറി ഈക്വൽ, അല്ലെ, രണ്ട്. ഇപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്നുള്ളതും ബി സബ്സെറ്റ് ഓഫ് എ എന്നും കിട്ടിയാലേ എ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു വേ മാത്രമാണ്, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് മാത്രമാണുള്ളത്. അതായത് ബി സബ്സെറ്റ് ഓഫ് എ എന്നില്ല. അങ്ങനെ വന്നാൽ ഈക്വൽ ആകും. പക്ഷേ ഇവിടെ ഈ ആദ്യത്തെ എ മുതൽ ഡി വരെയുള്ള പാർട്ടിൽ സബ്സെറ്റ് എന്ന് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ആ ഫംഗ്ഷൻ്റെ പ്രത്യേകം നോക്കുക. ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അത് 1, 1 ആണോ on 2 ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അതാണ് നെക്സ്റ്റ് തിയറം പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് ദാറ്റ് എഫ് ഫ്രം എ ടു എ ബി, എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി, സി C1 C2 subsets of A and D subset of B, then the following hold. What is the first condition? If f is injective, then f inverse of f of c is equal to c. Second one, if f is surjective, then f of f inverse of d is equal to d. Similarly, if f is injective, then f of c1 intersection c2 is equal to f of c1 intersection f of c2. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കുക, തൊട്ട് മുമ്പത്തെ തിയറം നോക്കുക. തൊട്ട് മുമ്പത്തെ തിയറത്തിൽ പാർട്ട് എയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പാർട്ട് എയിൽ പറഞ്ഞിരിക്കുന്നത് സി സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. സി സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി, അതാണ് പാർട്ട് തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്. സി സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് തിരിച്ചുള്ള പ്രൂവ് ചെയ്യുക. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി സബ്സെറ്റ് ഓഫ് സി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏത് കണ്ടീഷനോട് ആവശ്യമാണ്? എഫ് ഈസ് ഇൻജെക്റ്റീവ് എന്ന കണ്ടീഷനോട് ആവശ്യമാണ്. അപ്പോൾ ആ കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ പാർട്ടിലൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ ചേർത്താൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു സി എന്നായിരിക്കും. അപ്പോൾ ഓൾറെഡി ഒരു പാർട്ട് അവിടെ പ്രൂവ് ചെയ്തു, സെക്കൻഡ് പാർട്ടാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കത് ആ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ആ പ്രൂഫിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഇൻജെക്റ്റീവ് എന്നുള്ള കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളത് നോക്കാം. അതാണ് എഴുതിയിരിക്കുന്നത്. വി ഹാവ് ബൈ പാർട്ട് എ ഓഫ് പ്രീവിയസ് തിയറം സി സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തിരിച്ച് പ്രൂവ് ചെയ്യണം. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി സബ്സെറ്റ് ഓഫ് സി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സിയിലെ ഒരു ആർബിട്രറി എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി. അപ്പോൾ ഇൻവേഴ്സ് ഇമേജിൽ എക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സിൻ്റെ, അല്ലെ, എഫ് ഓഫ് സി എന്ന് പറയുന്ന സെറ്റിൻ്റെ സെറ്റ് എടുക്കുന്നു. എഫ് ഓഫ് സി എന്ന് പറയുന്ന സെറ്റിൽ ഇൻവേഴ്സ് ഇമേജിനകത്താണ് എക്സ് ഉള്ളത് എന്ന് പറഞ്ഞ അർത്ഥം എക്സിൻ്റെ ഇമേജ് തീർച്ചയായിട്ടും എവിടെ ഉണ്ടാകും? എഫ് ഓഫ് സിയിലുണ്ടാകും. അതാണ് എൻ്റെ മീനിങ്. എഫ് ഓഫ് സി എന്ന് പറയുന്ന സെറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജിനകത്താണ് എക്സ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എക്സിൻ്റെ ഇമേജ് കണ്ടാൽ അത് എവിടെ വന്നിരിക്കും? എഫ് ഓഫ് സിയിൽ വന്നിരിക്കും. അപ്പോൾ അത് നിങ്ങൾ സംശയമുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ മതി. സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ സബ്സെറ്റാണ്. എഫ് ഓഫ് സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയുടെ സബ്സെറ്റാണ്. ഇനി എഫ് ഓഫ് സിക്കകത്തുള്ള എലമെൻറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറയുന്നത് തിരിച്ച് എയിൽ തന്നെ വരും. ആ എയിൽ തന്നെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെയുള്ള എലമെൻ്റാണ് എക്സ്. എക്സിൻ്റെ ഇമേജ് എടുത്താൽ വീണ്ടും എങ്ങോട്ട് വരികയും ചെയ്യും? എഫ് ഓഫ് സിയിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എലമെൻ്റ് ഓഫ് എഫ് ഓഫ് സി ആണ്. ഇനി മറ്റൊരു പ്രത്യേകത,
ഈ ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണ് എങ്കിൽ ഉള്ള ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണ് അല്ലെ 1 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ തീർച്ചയായിട്ടും x1 ഇസ് ഈക്വൽ ടു x2 ആയിരിക്കും. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ക്യാപിറ്റൽ സിയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ എടുക്കുക, ക്യാപിറ്റൽ എഫ് ഓഫ് സിയിലെ മറ്റൊരു എലമെൻ്റ് ആണ്, ക്യാപിറ്റൽ എഫ് ഓഫ് സിയിലെ മറ്റൊരു എലമെൻ്റ് ആണ് സ്മോൾ സി എന്ന് എടുക്കുക. അതാണ് സി എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ക്യാപിറ്റൽ സിയിലെ എലമെൻ്റ് ആണ്, എഫ് ഓഫ് ക്യാപിറ്റൽ സിയിലെ മറ്റൊരു എലമെൻ്റ് ആണ് എഫ് ഓഫ് സ്മോൾ സി. അപ്പോൾ എങ്ങനെ എടുക്കുന്നു? സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി, എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സി ഈക്വൽ ആണെന്ന് എടുക്കുക. ഇനി ഫംഗ്ഷൻ 1 ആയതുകൊണ്ട് തന്നെ ഇമേജസ് ഈക്വൽ ആയതുകൊണ്ട് എലമെൻറ്റുകൾ ഈക്വൽ ആയിരിക്കും. അതായത് ആരൊക്കെ ഈക്വൽ ആയിരിക്കും? എക്സ് ഈക്വൽ ടു സി ആയിരിക്കും. റീസൺ ഇതാണ്, എഫ് ഇസ് ഇൻജക്റ്റീവ്. അപ്പോൾ അതിനർത്ഥം എന്താ? എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ അർത്ഥം സ്മോൾ സി ക്യാപിറ്റൽ സിയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ സ്മോൾ എക്സ് എലമെൻ്റ് ഓഫ് എന്തായിട്ട് മാറി? ക്യാപിറ്റൽ സി ആയിട്ട് മാറി. അതാണ് കാര്യം. എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ അർത്ഥം സ്മോൾ സി ക്യാപിറ്റൽ സിയിലുണ്ട്. അപ്പോൾ എക്സ് സി ആയി കഴിഞ്ഞപ്പോൾ എക്സും ഇവിടെ വന്നു, ക്യാപിറ്റൽ സിയിൽ വന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എന്തായിരുന്നു? എക്സ് എലമെൻ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് എഫ് ഓഫ് സി എന്ന് തുടങ്ങി. ഇപ്പോൾ എങ്ങനെ വന്നു? എക്സ് എലമെൻ്റ് ഓഫ് സി എന്ന് വന്നു. സോ വാട്ട്സ് എ കൺക്ലൂഷൻ? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി ഇസ് എ സബ്സെറ്റ് ഓഫ് സി. ദാറ്റ് ഇസ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. ഈ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്താൽ നമ്മുടെ പ്രൂഫ് ആവും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ തിയറം ചോദിക്കുമ്പോൾ ഇഫ് എഫ് ഇസ് ഇൻജക്റ്റീവ് പ്രൂവ് ദാറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു സി എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ബൈ പ്രീവിയസ് തിയറം എന്ന് എഴുതാതെ ഫസ്റ്റ് തിയറത്തിനകത്തുള്ള പാർട്ട്, നമ്മൾ പ്രൂവ് ചെയ്ത പാർട്ട് ഇവിടെ പ്രൂവ് ചെയ്ത് കാണിക്കണം. അതാണ് സി സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി എന്നുള്ളത്. ആ തിയറത്തിൻ്റെ ഭാഗം എങ്ങനെയാണോ പ്രൂവ് ചെയ്തത് അതേപോലെ പ്രൂവ് ചെയ്ത് കാണിക്കുക. അതിനുശേഷം നമ്മൾ ഇൻജക്റ്റീവ് എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്ത് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു സി എന്ന് എഴുതുക. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഇതാണ്, ഈ റിസൾട്ട് ഇക്വാലിറ്റി റിസൾട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഫംഗ്ഷൻ എന്തായേ പറ്റുള്ളൂ? ഇൻജക്റ്റീവ് ആയേ പറ്റുള്ളൂ എന്ന് മാത്രം ഓർത്തിരിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ സർജക്റ്റീവ് പാർട്ട് പ്രൂവ് ചെയ്യുന്നത്. ഇപ്പോൾ സർജക്റ്റീവ് പാർട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ എഴുതുന്നത്? പ്രീവിയസ് തിയറത്തിൻ്റെ പാർട്ട് ബിയിൽ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി സബ്സെറ്റ് ഓഫ് ഡി എന്നാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി സബ്സെറ്റ് ഓഫ് ഡി എന്ന്. ഇനി അതിൻ്റെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം. അതായത് ഡി സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിക്കകത്തെ ഒരു ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്യണം. അപ്പോൾ അതവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. അതേപോലെ ഡി എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റാണ്? ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, സി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. പിന്നെ ഡിയുടെ ഇൻവേഴ്സ് ഇമേജ്, ഡിയിലെ എലമെൻറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ് അടങ്ങുന്ന ഈ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എഫ് ഇൻവേഴ്സ് ഓഫ് ഡി എന്ന് വിളിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പിക്ചറിനകത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ലെറ്റ് വൈ എലമെൻറ്റ് ഓഫ് ഡി, ക്യാപിറ്റൽ ഡിയിലെ എലമെൻ്റ് ആണ് വൈ എന്ന് പറയുക. ഇനി എഫിൻ്റെ പ്രത്യേകത എന്താ? എഫ് സർജക്റ്റീവ് ആണ്. അപ്പോൾ സർജക്റ്റീവ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഓൺ ടു ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൺ ടു ഫംഗ്ഷൻ്റെ പ്രത്യേകത ഇതാണ്, കോഡൊമൈനകത്തുള്ള എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. അതാണ് ഓൺ ടു ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ വൈ ഡിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഡിക്കകത്തുള്ള എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടാവണം. അപ്പോൾ വൈ ഡിയിലെ എലമെൻ്റ് ആയതുകൊണ്ട് ഡിക്കകത്തുള്ള എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടാകണം. അതായത് ഈ വൈക്ക് ഒരു പ്രീ ഇമേജ് ഉണ്ടാകും. എവിടെ? എയിൽ. അതാ പറഞ്ഞിരിക്കുന്നത്, സിൻസ് എഫ് ഇസ് സർജക്റ്റീവ് there exists x in A such that f of x is equal to y. അപ്പോൾ f of x is equal to y and y element of D. അപ്പോൾ അതിനർത്ഥം എന്താ? ഇമേജ് ഡിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എലമെൻറ്റ് ഡിയുടെ പ്രീ ഇമേജിലുണ്ട്. ദാറ്റ് ഈസ് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ഡി ആണെങ്കിൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയാം എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി എന്ന് പറയാൻ പറ്റും. അപ്പം ഒരു സെറ്റിൽ ഇമേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സെറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജിലായിരിക്കും ആ എലമെൻറ്റ് ഉണ്ടാകുന്നത്. എക്സിൻ്റെ ഇമേജ് ഡിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ് ഡിയുടെ ഇൻവേഴ്സ് ഇമേജിൽ വരും. സോ എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എങ്ങനെയായിരുന്നു?
അപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ തിരിച്ച് വീണ്ടും പറയാം എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എന്തായിരിക്കും? ഇപ്പോൾ രണ്ട് സൈഡിലും എഫ് അപ്ലൈ ചെയ്തു. അപ്പോൾ എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി എന്ന് വരും. ഇനി എഫ് ഓഫ് എക്സിനെ അല്ലേ നമ്മൾ വൈ എന്ന് വിളിച്ചത്? അപ്പോൾ എങ്ങനെയായി? വൈ എലമെൻറ്റ് ഓഫ് ഡി എന്ന് തുടങ്ങി അവസാനം വൈ എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി എന്ന് കിട്ടി. സോ വാട്ട്സ് എ കൺക്ലൂഷൻ? Conclusion is D is a subset of f of f inverse of d. D is a subset of f of f inverse of d എന്നുള്ളതാണ് നമ്മുടെ കൺക്ലൂഷൻ കിട്ടിയത്. D subset of f of f inverse of d. അപ്പോൾ അത് ഇക്വേഷൻ 2 എന്ന് വന്നു. ഇത് ഇക്വേഷൻ 1 ആണ്. രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താകും? അപ്പോൾ ഇവിടെ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി സബ്സെറ്റ് ഓഫ് ഡി എന്ന് കിട്ടി. ഇവിടെ ഡി സബ്സെറ്റ് ഓഫ് തിരിച്ച് കിട്ടി. രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് പറയാം? എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി ഈക്വൽ ടു ഡി. എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി ഈക്വൽ ടു ഡി എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ പാർട്ട് ബി പറയാൻ പറ്റും. ഇതേപോലെ നമുക്ക് പാർട്ട് സി പറയാം. പാർട്ട് സി പറയുമ്പോഴും പ്രത്യേകത ഇതാണ്, ഈ എക്സ്ട്രാ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻജെക്റ്റീവ് കണ്ടീഷനാണുള്ളത്. ഇഫ് എഫ് ഈസ് ഇൻജെക്റ്റീവ് ദെൻ എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ സി ടു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് സി ടു. അപ്പോൾ അവിടെ പാർട്ട് സിയിലും നമുക്ക് ഉള്ളത് ഇതായിരുന്നു. നേരത്തെ ഉള്ള പാർട്ട് സിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ സി ടു. ഇവിടെ പാർട്ട് സി നോക്കുക. എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ സി ടു സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് സി ടു എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ സബ്സെറ്റ് മാറ്റിയിട്ട് ഈക്വൽ സൈഡിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇസ് ഇൻജെക്റ്റീവ് എന്നുള്ള കണ്ടീഷൻ കൊടുത്തിട്ടാണ് അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. നോക്കാം അതെങ്ങനെയാണ് ആ പ്രൂഫിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതാ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് സിയിൽ നമ്മൾ പ്രൂവ് ചെയ്ത കാര്യം ആദ്യം എടുത്ത് എഴുതുകയാണ്. വി ഹാവ് ബൈ പ്രീവിയസ് തിയറം പാർട്ട് സി എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ സി ടു സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് സി ടു. അത് പാർട്ട് 1 ഉള്ളതാണ്. ഇനി നമുക്കിൻ്റെ പാർട്ട് 2 പ്രൂവ് ചെയ്യണം. പാർട്ട് 2ൽ നമ്മൾ എന്താ ചെയ്യുന്നത്? തിരിച്ചുള്ള ഇക്വാളിറ്റി പ്രൂവ് ചെയ്യണം. അതായത് എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ സി ടു ഇതിലെ ഒരു ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു. ആ എലമെൻറ്റ് എവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നു? എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ സി ടു ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അർത്ഥം അതിൻ്റെ റിവേഴ്സ് പാർട്ടാകും. അപ്പോൾ റിവേഴ്സ് പാർട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വി വിൽ പ്രൂവ് ദാറ്റ് എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് സി ടു സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ സി ടു എന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഇത് 1 എന്നും ഇപ്പോൾ കിട്ടുന്നതിന് 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ രണ്ടോ കമ്പൈൻ ചെയ്താൽ എന്താ വരുന്നത്? എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ സി ടു ഈക്വൽ ടു എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് സി ടു എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൂഫിൻ്റെ പ്രൊസീജിയർ. ഇങ്ങനെയായിരിക്കും. അപ്പോൾ പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കി ഇനി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? ലെറ്റ് വൈ എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് സി ടു. അപ്പോൾ ഇൻ്റർസെക്ഷനകത്തെ എലമെൻ്റാണ് വൈ എന്നെടുത്തു. അപ്പോൾ അതിനർത്ഥം വൈ രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷനിലാണ്. സെറ്റുകൾ ഏതൊക്കെയാണ്? എഫ് ഓഫ് സി വൺ ആൻഡ് എഫ് ഓഫ് സി ടു. ഇൻ്റർസെക്ഷനിൽ വൈ ഉണ്ട് എന്ന് പറഞ്ഞ അർത്ഥം ആ വൈ രണ്ടിലും ഉണ്ട്. അത് എങ്ങനെ പറയാം? വൈ എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് സി വൺ ആൻഡ് വൈ എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് സി ടു. ഇനി വൈ എഫ് ഓഫ് സി വണ്ണിലുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വൈ എന്ന് പറയുന്നത് സി വണ്ണിലുള്ള ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് ആയിട്ട് വൈ എഴുതുക. സി വണ്ണിലുള്ള എലമെൻറ്റിന് ഞാൻ എക്സ് വൺ എന്ന് എടുത്തു. അപ്പോൾ വൈ എന്ന് എങ്ങനെയായിരിക്കും? വൈ ഇസ് ഈക്വൽ ടു സം എഫ് ഓഫ് എക്സ് വൺ. അതേപോലെ വൈ എഫ് ഓഫ് സി ടുവിലുണ്ട് എന്ന് പറഞ്ഞാൽ സി ടുവിൻ്റെ ഇമേജിൽ വൈ ഉണ്ട് എന്ന് പറഞ്ഞ അർത്ഥം സി ടുവിൻ്റെ ഇമേജിനകത്തുള്ള ഒരു എലമെൻറ്റ് ആണ് വൈ എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? ദർ എക്സിസ്റ്റ് സം എക്സ് ടു ഇൻ സി സച്ച് ദാറ്റ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അപ്പോൾ നമുക്ക് വൈക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഒന്ന് എഫ് ഓഫ് എക്സ് വൺ, മറ്റൊന്ന് എഫ് ഓഫ് എക്സ് ടു. അപ്പോൾ എങ്ങനെ പറയാം? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ഇനി നമ്മുടെ ഫംഗ്ഷൻ്റെ ഇൻജെക്റ്റീവ് നേച്ചർ അപ്ലൈ ചെയ്യാം. എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആയതുകൊണ്ട് അടുത്ത ലൈനിൽ എന്ത് പറയാം? എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു എന്ന് പറയാം. സോ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു എന്ന റീസൺ എഫ് ഇസ് ഇൻജെക്റ്റീവ്. അപ്പോൾ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു എന്നുള്ളത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ?
x1 എവിടുത്തെ എലമെൻ്റ് ആണ്? C1ലെ എലമെൻ്റ് ആണ്. x2 C2ലെ എലമെൻ്റ് ആണ്. ഇപ്പോൾ x1ഉം x2ഉം ഈക്വൽ ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത് x1 ഈക്വൽ ടു x2 ആയിട്ട് മാറി. അപ്പോൾ C1ലും C2ലും ഉള്ള എലമെൻ്റ് ആണ് ആര്? x1. അല്ലെങ്കിൽ ഇത് പറയാം C1ലും C2ലും ഉള്ള എലമെൻ്റ് ആണ് x2 എന്ന് പറയാം. അപ്പോൾ രണ്ടും ചേർത്ത് പറയാം. കാര്യം ഇതാണ്, x1 x2 ഈക്വൽ ആയിട്ട് മാറി. അപ്പോൾ C1നകത്ത് x1 ഉണ്ട്. ഇപ്പോൾ x1 x2 ഈക്വൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും x2 C1നകത്തുണ്ട്. അപ്പോൾ x1 x2 എവിടെയുണ്ട്? C1ലുണ്ട്. അതേപോലെ x2 C1ലുണ്ട്, x2 x1ന് ഈക്വൽ ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും x1ഉം C1ലുണ്ട്. അപ്പോൾ എന്താ പ്രത്യേകത? x1ഉം x2ഉം എവിടെയുണ്ട്? C1ലും C2ലും ഉണ്ട് എന്ന് പറഞ്ഞ അർത്ഥം C1 ഇൻ്റർസെക്ഷൻ C2ലുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത് x1 is equal to x2 element of C1 intersection C2. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയേ, x1ഉം x2 C1 ഇൻ്റർസെക്ഷൻ C2ലുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ എലമെൻറ്റുകളുടെ ഇമേജ് എടുത്താൽ എവിടെ പോകും? അത് f of C1 ഇൻ്റർസെക്ഷൻ C2ൽ പോകും അല്ലേ? സിയിലെ എലമെൻറ്റുകളുടെ ഇമേജ് ആണ് f of Cയിൽ പോകുന്നത്. അപ്പോൾ C1 ഇൻ്റർസെക്ഷൻ C2ലെ എലമെൻറ്റുകളുടെ ഇമേജ് എങ്ങോട്ടാണ് പോകുന്നത്? f of C1 ഇൻ്റർസെക്ഷൻ C2ലേക്കാണ് പോകുന്നത്. അപ്പോൾ C1 ഇൻ്റർസെക്ഷൻ C2ലെ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? x1ഉം x2ഉം. അപ്പോൾ എങ്ങനെ പറയാം? f of x1 ഈക്വൽ ടു f of x2 ആൻഡ് രണ്ടിൻ്റെയും വാല്യൂ രണ്ട് ഈക്വൽ ആണെന്ന് മാത്രമല്ല അതിൻ്റെ വാല്യൂ ആണ് y. അതിപ്പോൾ എവിടെയായിട്ട് വന്നു? f of C1 ഇൻ്റർസെക്ഷൻ C2ലായിട്ട് വന്നു. സോ y എലമെൻറ്റ് ഓഫ് f of C1 ഇൻ്റർസെക്ഷൻ C2. അപ്പോൾ നമ്മൾ തുടങ്ങിയത് y എലമെൻറ്റ് ഓഫ് f of C1 ഇൻ്റർസെക്ഷൻ f of C2 എന്ന് തുടങ്ങി. ഇപ്പോൾ എങ്ങനെ വന്നു? y എലമെൻറ്റ് ഓഫ് f of C1 ഇൻ്റർസെക്ഷൻ C2 എന്ന് വന്നു. സോ വാട്ട്സ് ദ കൺക്ലൂഷൻ? f of C1 ഇൻ്റർസെക്ഷൻ C2ലുള്ള ആർബിട്രറി എലമെൻ്റ് ആയിരുന്നു y. ആ എലമെൻറ്റ് f of C1 ഇൻ്റർസെക്ഷൻ C2ൽ വന്നു. എന്നതിന് അർത്ഥം എന്താ? f of C1 ഇൻ്റർസെക്ഷൻ f of C2ലുള്ള എല്ലാ എലമെൻറ്റുകളും f of C1 ഇൻ്റർസെക്ഷൻ C2ലുണ്ട്. അല്ലെങ്കിൽ എന്ത് പറയാം? f of C1 intersection f of C2 is a subset of f of C1 intersection C2. That is part 2. ഓൾറെഡി പാർട്ട് 1 നിങ്ങൾ പ്രൂവ് ചെയ്യുക. പാർട്ട് 2 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തിയറം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ പാർട്ട് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആലോചിക്കാം, ഈ ഇൻജക്റ്റീവ് നേച്ചർ ഉള്ളതുകൊണ്ടാണ് ഈ 1ഉം 3 ഒന്നാമത്തെ കേസിൽ 1ഉം പാർട്ട് 1 അല്ലേ, പാർട്ട് 1ലെ ഇക്വാലിറ്റി വന്നത് എന്തുകൊണ്ടാണ്? ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആയതുകൊണ്ടാണ്. അതുപോലെ പാർട്ട് ബിയിലെ ഇക്വാലിറ്റി വന്നത് ഫംഗ്ഷൻ സർജക്റ്റീവ് ആയതുകൊണ്ടാണ്. പാർട്ട് സിയിൽ ഇൻജക്റ്റീവ് ആയതുകൊണ്ടാണ്. ഈ കണ്ടീഷൻ ഇല്ല എങ്കിൽ എന്താണ്? ഈക്വാലിറ്റി ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കാനായിട്ട് അല്ലെ, ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കാണിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എക്സാമ്പിൾസ് ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമ്പിൾസിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കൗണ്ടർ എക്സാമ്പിളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. കൗണ്ടർ എക്സാമ്പിൾ ഇതാ നോക്കാം. അപ്പോൾ ആ കൗണ്ടർ എക്സാമ്പിൾ ചെയ്യാനായിട്ട് അതാ പറഞ്ഞിരിക്കുന്നത്, വി പ്രൂവ് ബൈ എക്സാമ്പിൾ ദാറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് C1 ഇസ് നോട്ട് ഈക്വൽ ടു C1 ആൻഡ് എഫ് ഓഫ് C1 ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് C2 ഈക്വൽ ടു എഫ് ഓഫ് C1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് C1 ഇൻ്റർസെക്ഷൻ C2. ഇപ്പോൾ ഇക്വാലിറ്റി കിട്ടുന്നില്ല. അതായത് ഇക്വാലിറ്റി കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് ഈ പറയുന്ന ഇൻജക്റ്റീവ് അതുപോലെ തന്നെ സർജക്റ്റീവ് കണ്ടീഷൻസ് ആവശ്യമാണെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയില്ല. ഈ പറയുന്ന ഇൻജക്റ്റീവ് സർജക്റ്റീവ് ഒന്നും അല്ലാത്ത ഫങ്ഷൻസ് എടുക്കുന്നു. എന്നിട്ട് നമുക്കിത് റിവേഴ്സ് പോർഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ ഈക്വാലിറ്റി കിട്ടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളത് ഈ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്ക് നോക്കുക. എയും ബിയും എടുത്തു. എയുടെ പ്രത്യേകത എന്താ? എയ്ക്കകത്തുള്ള 2 സെറ്റുകൾ എടുത്തു. എയ്ക്കകത്തുള്ള സെറ്റുകൾ ആരൊക്കെയാണ്? ഒന്ന് C1ഉം മറ്റൊന്ന് C2ഉം. നിങ്ങൾ ആ C1ഉം C2ഉം ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ സാധിക്കും, C1നും C2ഉം ചേർന്നല്ല ഇരിക്കുന്നത്, മാറിയാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? C1 ഇൻ്റർസെക്ഷൻ C2 ഇസ് ഈക്വൽ ടു നൾ സെറ്റ് ആണ്. C1 ഇൻ്റർസെക്ഷൻ C2 ഈക്വൽ ടു നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ C1ഉം C2ഉം ചേർന്നല്ല ഇരിക്കുന്നത്, അല്ലെങ്കിൽ C1നും C2നും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നുമില്ല. ഇനിയും മറ്റൊരു പ്രത്യേകത, C1ൻ്റെയും C2ൻ്റെയും ഇമേജ് കണ്ടുപിടിച്ചു. C1ൻ്റെ ഇമേജിനെ എഫ് ഓഫ് C1 എന്ന് വിളിച്ചു, C2ൻ്റെ ഇമേജിനെ എന്ത് വിളിച്ചു? എഫ് ഓഫ് C2 എന്ന് വിളിച്ചു.
അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, ഈ എഫ് ഓഫ് സി വണ്ണും എഫ് ഓഫ് സി ടുവും ഒന്ന് തന്നെയാണ്. രണ്ടിനും നോക്കി ഒറ്റ സർക്കിളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിനും കൊടുത്തിരിക്കുന്ന പേര് എഫ് ഓഫ് സി വൺ എഫ് ഓഫ് സി ടു എന്നാണ്. അപ്പം അർത്ഥം എന്താ, സി വണ്ണിൻ്റെ ഇമേജും സി ടുവിൻ്റെ ഇമേജും ഒരെണ്ണം തന്നെയാണ്. അതായത് സി വണ്ണിൻ്റെ ഇമേജ് ആക്ച്വലി എഫ് ഓഫ് സി വൺ ആണ്, സി ടുവിൻ്റെ ഇമേജ് എഫ് ഓഫ് സി ടു ആണ്. അപ്പോൾ ഇവിടുത്തെ മീനിങ് എന്താ, എഫ് ഓഫ് സി വണ്ണും എഫ് ഓഫ് സി ടുവും ഈക്വൽ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഇതാണ്, നമ്മൾ എടുത്തിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തു. എയ്ക്കകത്ത് ഡൊമൈനകത്ത് രണ്ട് സെറ്റുകൾ എടുത്തു. ആ സെറ്റുകൾ ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണ്. ഇൻ്റർസെക്ഷൻ അതിൻ്റെ ഇമേജസ് സെയിം ആകത്തക്ക രീതിയിലാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് സി വണ്ണിൻ്റെ ഇൻവേഴ്സ് ഇമേജ് കണ്ടു നോക്കുകയാണ്. അതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി വൺ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എഫ് ഓഫ് സി വണ്ണിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും നോക്കിക്കേ. എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി വൺ, ഇതാണല്ലോ എഫ് ഓഫ് സി വൺ. എഫ് ഓഫ് സി വണ്ണിൻ്റെ ഇൻവേഴ്സ് ഇമേജിനകത്ത് ആരൊക്കെ വരും, ഇതാ ഇയാൾ വരും, സി വണ്ണ് വരും. അതേപോലെ ആരും വരും, സി ടുവും വരും. അപ്പോൾ രണ്ടും ഇൻവേഴ്സ് ഇമേജാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, രണ്ടും ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം സി വണ്ണും ഉണ്ട്, കൂടാതെ ആരും ഉണ്ട്, സി ടു ഉണ്ട്. അപ്പോൾ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേരുന്നതാ, സി വൺ പൂർണ്ണമായിട്ടുണ്ട്, സി ടു പൂർണ്ണമായിട്ടുണ്ട്, രണ്ടും ഉണ്ട്. രണ്ടും കൂടി ചേരുമ്പോൾ സി വൺ യൂണിയൻ സി ടു, അതാണ് ഇൻവേഴ്സ് ഇമേജ് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇൻവേഴ്സ് ഇമേജ് ആയിട്ട് വരുന്നത് സി വൺ മാത്രമല്ല, ആ കൂട്ടത്തിൽ ആരും ഉണ്ട്, സി ടു ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി വൺ എന്ന് പറയുന്നത് സി വൺ യൂണിയൻ സി ടു ആയിട്ട് മാറി. എന്നാൽ സി വൺ യൂണിയൻ സി ടു ഇസ് നോട്ട് ഈക്വൽ ടു സി വൺ. സി വൺ യൂണിയൻ ഇ ടു എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ അല്ല, സി വണ്ണിന് ഈക്വൽ അല്ല. കാര്യം സി വൺ യൂണിയൻ സി വണ്ണും സി ടുവും രണ്ട് ഡിഫറെൻ്റ് ആൾക്കാരാണ്. സി വൺ യൂണിയൻ ഇ ടു എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടെണ്ണം ഉണ്ട്. സി വൺ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയാം സി വൺ യൂണിയൻ സി ടു എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ അല്ല, സി വണ്ണിന് ഈക്വൽ അല്ല. അതായത് ഏത് റിസൾട്ട് കിട്ടി, എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് സി വൺ ഈസ് നോട്ട് ഈക്വൽ ടു സി വൺ എന്നുള്ള റിസൾട്ട് കിട്ടി. ഇപ്പോൾ ഇത് ഇതിൽ നിന്നും ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഫംഗ്ഷന് ഇക്വാലിറ്റി ആകണമെങ്കിൽ എന്ത് കണ്ടീഷൻ വേണമെന്ന് പറഞ്ഞത്, അത് നോക്കി എഫ് ഈസ് ഇൻജക്റ്റീവ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇക്വാലിറ്റി ആവുകയുള്ളൂ. ഇത് വ്യക്തമാണ്. ഈ ഫംഗ്ഷനകത്ത് എന്തില്ല, ഇൻജക്റ്റീവ് കേസ് ഇല്ല. കാര്യം ഇവിടെ സി വണ്ണിൻ്റെയും സി ടുവിൻ്റെയും സി വണ്ണിലും സി ടുവിലും ഉള്ള എലമെൻറ്റുകളുടെ ഇമേജസ് ഇവിടെ വരും, ഇതിനകത്ത് വരും. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തല്ല, ഇൻജക്റ്റീവ് ഫംഗ്ഷൻ അല്ല, അല്ലേ? ഒന്നിലധികം എലമെൻറ്റുകൾക്ക് ഒരേ ഇമേജാണ് വരാൻ പോകുന്നത്. അങ്ങനെ വരുന്നതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഇൻജക്റ്റീവ് അല്ല. അപ്പോൾ ഫംഗ്ഷൻ ഇൻജക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ എന്ത് വന്നത്, ഇക്വാലിറ്റി അല്ലാതെ വന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇൻജക്റ്റീവ് അല്ലാത്ത രീതിയിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് നമ്മളത് പ്രൂവ് ചെയ്ത് കാണിച്ചു. ഇതേപോലെ തന്നെ നമുക്ക് എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് സി ടുവിനും ഇതേ രീതിയിൽ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് എഴുതിക്കുന്നത്. ഓൾസോ വാട്ട് ഈസ് എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ സി ടു, സി വൺ ഇൻ്റർസെക്ഷൻ സി ടുവിൻ്റെ ഇമേജ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സി വൺ ഇൻ്റർസെക്ഷൻ സി ടുവിൻ്റെ ഇമേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി വൺ ഇൻ്റർസെക്ഷൻ സി ടു ആരാണ്, നൾസെറ്റാണ്. അപ്പം നൾസെറ്റിൻ്റെ ഇമേജ് കിട്ടുന്നത് ആര് തന്നെയായിരിക്കും, നൾസെറ്റാണ്. അപ്പം നൾസെറ്റ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റുകളൊന്നും ഇല്ല. എലമെൻ്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇമേജ് എടുത്താൽ കിട്ടുന്നത് വീണ്ടും നൾസെറ്റാണ്. അപ്പോൾ സി വൺ ഇൻ്റർസെക്ഷൻ സി ടുവിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ സി ടു എന്ന് പറയുന്നത് എഫ് ഓഫ് നൾസെറ്റ് ആകും, ഈക്വൽ ടു നൾസെറ്റ്. എന്നാൽ എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് സി ടു എടുത്ത് നോക്കി, എന്താ പ്രത്യേകത, എഫ് ഓഫ് സി വണ്ണും എഫ് ഓഫ് സി ടുവും ഈക്വൽ ആണ്. ഇപ്പം എയും ബിയും ഈക്വൽ ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബിയെ നമുക്ക് എ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബി എന്ന് വിളിക്കാം. അതേപോലെ ഉള്ളൂ എഫ് ഓഫ് സി വണ്ണും എഫ് ഓഫ് സി ടു ഈക്വൽ ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് സി ടു എന്നുള്ളതിനെ നമുക്ക് ഏത് പേരിലും വിളിക്കാം, എഫ് ഓഫ് സി വൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എഫ് ഓഫ് സി ടു എന്ന് വിളിക്കാം. അപ്പോൾ എങ്ങനെ പറയാം, എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് സി ടു ഈക്വൽ ടു എഫ് ഓഫ് സി വൺ. എഫ് ഓഫ് സി വൺ എന്തല്ല, എൻ ടി അല്ല. കാര്യം സി വണ്ണിനകത്തുള്ള എലമെൻറ്റുകളുടെ ഇമേജസ് എല്ലാം എവിടെ വരുന്നുണ്ട്, എഫ് ഓഫ് സി വൺ വരുന്നുണ്ട്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 5. അപ്പോൾ പ്രത്യേകത, സി വൺ ഇൻ്റർസെക്ഷൻ സി ടുവിൻ്റെ ഇമേജ് 5 ആയിട്ട് മാറി. എന്നാൽ എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് സി ടുവിൻ്റെ ഇമേജിനകത്ത് എലമെൻറ്റുകൾ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഒരു കാരണവശാലും ഈ രണ്ട് ഭാഗങ്ങളും ഈക്വൽ ആയില്ല. ദാറ്റ് ഈസ് എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ സി ടു ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സി വൺ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് സി ടു. അപ്പോൾ ഇത് രണ്ടും എന്തല്ല, ഈക്വൽ അല്ല.
അപ്പോൾ ഇവിടുത്തെ കാര്യം ഇതാണ്, ഇവിടെ ഏത് പ്രത്യേകതയില്ല, സർജക്റ്റീവ് കേസ് വരുന്നില്ല. സർജക്റ്റീവ് കേസ് വരാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഒരു കേസ് വരുന്നത്. സർജക്റ്റീവ് എന്നുള്ളതാണ് ഇവിടുത്തെ ആബ്സെൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തിയറത്തിൻ്റെ പ്രൂഫ് അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിയറംസ്. യു സ്റ്റഡി വെൽ. ഓക്കെ, താങ്ക് യു.